ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണതിന് മുമ്പുള്ള ഒരു ലൈനർ ലൈഫിലാവേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. എന്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നേരത്തെ എണീറ്റു. അല്ല, ശരിയാണ് അല്ലേ, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ വെച്ച് ആവശ്യം നേരത്തെയാണ്. വാവച്ചിക്ക് ഒന്നാമത് എന്താണെന്നറിയില്ല, ഇപ്പൊ 2-3 ദിവസമായിട്ട് ഉറക്കം തീരില്ല. രാത്രി ഉറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞപ്പോ ഡേറ്റിന് ഇതായിട്ടാ തോന്നുന്നു. വാവച്ചിക്ക് ചിങ്ങൂരിന്റെ ടൈമിലും സെയിം തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഉറക്കില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തണുപ്പുള്ളത് കൊണ്ടാണോ അറിയില്ല, ഈ മസിൽ പിടുത്തമൊക്കെ നല്ല ഉണ്ട്. വാവച്ചിക്ക് കാലിൽ മസിൽ പിടുത്തം ഇന്നലെ ഒന്ന് പിടിച്ചിട്ട് അത് മസിൽ ഇറങ്ങിപ്പോയി. പക്ഷെ വാവച്ചിക്ക് ആ വേദന അങ്ങനെ എന്ത് വേദനയാ? മറ്റേ മസിൽ കേറി കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും ആ ഒരു പെയിൻ അവിടെ തന്നെ ഉണ്ടാവും. അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പൊ അതങ്ങനെ മസിൽ പിടിക്കാൻ തോന്നുന്നു, മസിൽ പിടിക്കുന്ന പോലെ എന്തുകൊണ്ട് എന്റെ അടുത്ത് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കാലിൽ. അപ്പൊ അതിന്റെയും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളിത് എപ്പോ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കാൻ. ഫസ്റ്റ് ഫുഡും ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കൊണ്ട കാണിച്ചു കൊടുക്കൂ. കൊണ്ട ഒരു കൊണ്ട കൊണ്ടകളാണ് കേട്ടോ. ഞാൻ ആട്ടണ പോലെ ആട്ടാണ് അല്ലേ ഗൈസ്. അപ്പോ നമ്മള് ഡേഞ്ചർ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം അല്ല, ഇന്നല്ല, ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് ഇന്ന്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പുതിയൊരാള് വരുന്ന സമയത്ത് നമ്മൾ എന്നും ഉള്ള പോലെയൊക്കെ വീടിന്റെ ഇരുന്നല്ലോ. പിന്നെ അത് മാത്രല്ലോ, എല്ലാവരെയും പോലെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് പറയുമ്പോ എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ 2 ദിവസത്തിൽ ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇടുക, അത്രേ ഉള്ളൂ. അതായത് എന്താ ഒരു ഇത് വെച്ചാല്, വാവച്ചിക്ക് ശരിക്കും ഈ ഒരു ടൈമിൽ വാവച്ചിക്ക് റെസ്റ്റ് അല്ല, എന്നാലും വാവച്ചിക്ക് വേറൊന്നും ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന വാവച്ചിക്ക് കുറച്ച് സ്ട്രെസ് കുറയും. പക്ഷെ ഞങ്ങൾ തന്നെ പോകേണ്ടത് കൊണ്ട് വാവച്ചിയും ഈ ടൈമിൽ ഫുൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വാവച്ചിക്ക് ഉണ്ടാവും. പക്ഷെ വാവച്ചിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരുന്നാലും വാവച്ചിക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ചായ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പുറത്ത് ചാടാനുള്ള മാക്സിമം വായിച്ചു നോക്കട്ടെ. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പൊ ഫുഡ് ഒരാൾ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ അടുത്ത് ഇഡ്ഡലി വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ ക്ലീനിങ് ഞാൻ എണീച്ചും കുറച്ച് തുടങ്ങി. അപ്പൊ അതുകൊണ്ടൊന്നും ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കല്ലോ. ഫുഡ് കഴിക്കാം അല്ലേ? ഗൈസ്, ചിങ്ങടൂനെ വിട്ടിട്ട് വീടെത്തിട്ടാ. ഇപ്പൊ ഇവിടെ ഇനി എന്താ പരിപാടി വെച്ചാല്, വേണ്ട പറഞ്ഞു കൊടുക്കുക എന്താ പരിപാടിന്ന്. മൊത്തത്തില് വീട് മൊത്തം അലങ്കോലമായി കിടക്കാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷെ ഈ 2 ദിവസമായിട്ട് നേരെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അതായത് ക്ലീൻ ചെയ്യും, ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഒന്ന് അങ്ങനെ കൂടെ പോയിട്ട് വരുള്ളൂ. പിന്നെയും ഫുള്ള് ഇവിടെ ചിങ്കിടൂന്റെ അല്ല, ചിങ്കിടൂന്റെ ഒക്കെ കുറവാണ്. ചിങ്കിടു അങ്ങനെ ചിങ്കിടു എന്താ വെച്ചാല് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കളിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിങ്കിടൂന്റെ കുറവാണ്. ബാക്കി ഇതാണ്ടാ, ഇതൊക്കെ അതിന്റെ പരിപാടിയാണ്, നമ്മളുടെ പരിപാടിയാണ് ഗൈസ്. അപ്പൊ അപ്പോ മൊത്തത്തിൽ ഇത് ക്ലിയർ ആക്കിയില്ല തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ആരെയും താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യം എന്തൊരു കാര്യമാണെന്ന് നമുക്ക് പോയിട്ട് വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും. പക്ഷെ എന്തായാലും നമ്മൾ ഇവിടുത്തെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോൾ ഒരു സമാധാനത്തിൽ ഇവിടെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ഇവിടെ മാത്രമല്ല, മേലെയുണ്ട്. മേലെ പറഞ്ഞ വാവച്ചിയുണ്ട്. ഇപ്രാവശ്യം വാവച്ചി ഫുള്ള് തിരുമ്പി എല്ലാം വന്നപ്പോ തൊട്ട് ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഇവിടെ വന്നതിന് ശേഷം വാവച്ചി ഫുള്ള്, അതായത് വാഷിംഗ് മെഷീൻ ഇപ്പൊ ഉണ്ടല്ലോ, അപ്പൊ വാവച്ചി ഫുള്ള് തിരുമ്പിയിട്ട് എല്ലാം വെച്ചിട്ട്, പക്ഷെ അതൊന്നും മടക്കിയും കാര്യങ്ങളൊന്നും സെറ്റാക്കി വെച്ചില്ലല്ലോ അവൻ. അതുകൊണ്ട് ഇപ്രാവശ്യം തിരുമ്പാനൊന്നും ഒരുപാടില്ല. തിരുമ്പിയ സംഭവം ക്ലിയർ ചെയ്യണം. ഓൾറെഡി തിരുമ്പിയ സാധനങ്ങളൊക്കെ ഞാൻ മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് കൂടുതൽ ഡ്രസ്സ് എന്റെ കൂടുതൽ എന്താ വെച്ചാല്, എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇട്ടു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇട്ടിട്ട് പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് തന്നെ ഇടാൻ പറ്റില്ല. കാരണം എനിക്ക്
ഈ വേർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് അത് അസുഖമൊന്നുമല്ലല്ലോ. അല്ല എനിക്ക് പെട്ടെന്ന് വേർപ്പും കാലം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇട്ട ഡ്രസ്സ് പെട്ടെന്ന് മൂശി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡ്രസ്സാണ് കൂടുതൽ വരുന്നത്. അത് ഞാൻ തരുമ്പോൾ എനിക്കും അറിയാം. വാവിച്ചിനൊക്കെ കുറവായിരിക്കും കേട്ടാ. അപ്പൊ പിന്നെ ചിങ്കിടുവിന്റെയാണ് ഏറ്റവും ടാസ്കിലോ. ചിങ്കിടുവിന്റെ തുണ്ട് സാധനങ്ങളായതുകൊണ്ട് ചിങ്കിടുവിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തീരുമാനം. ഡ്രസ് ഇടാത്തപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ഡ്രസ് ഇടാൻ തുടങ്ങിയപ്പോ നല്ല കുഴപ്പമുണ്ട്. പത്തനമൊക്കെ ചിലപ്പോ കിട്ടും, പറയാൻ പറ്റില്ല. അതില്ലേ അമ്മയും ചിങ്കിടും ഇവിടെ നിൽക്കണാണ്. എന്നിട്ട് അവര് മേലെ പോകും. വരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഇട്ട് വരും, പിന്നെയും മേലെ പോകും, പിന്നെ ഒരു ഡ്രസ്സ് ഇട്ട് വരും. കാരണം ചിങ്കിടിന് പോയി കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സുകൾ ഇട്ടിട്ട് വരണം. ഒരു ഡ്രസ്സ് ഇട്ടത് ചളിയാവും. പുറത്ത് പോയി പറഞ്ഞാൽ ഇപ്പൊ ഇട്ട ഡ്രസ്സ് തിരുമ്പാനാണ്. എനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്നിട്ട് ഒരേ വാശി പിടിക്കും. ആ വാശി തീർക്കാൻ വേണ്ടി ശരി പോട്ടെ ഒരു ഡ്രസ്സ് അല്ലേ ഒരു ഡ്രസ്സും മേടിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡ്രസ്സ് പിടിയാണ് കൈസ്. വാവച്ചിനെ പോലെയാണ്. വാവച്ചിക്ക് ആദ്യം വാവച്ച് ഒരു ഡ്രസ്സ് ഇട്ടത് പിന്നെ ഇടൂല, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. അപ്പൊ വാവച്ചിന്റെ എനിക്ക് അതിനോട് മൂടില്ല. ബേബിയൊക്കെ എനിക്ക് മേടിച്ചിടും, പക്ഷെ അതിനോട് മൂടില്ല. അത് ഓരോ ടൈമിൽ നമുക്ക് ഓരോ ഇതാണല്ലോ. വാവച്ചി ഇപ്പൊ ആദ്യത്തെ വെച്ച് ബെറ്റർ ആണ്. പക്ഷെ വാവച്ചിന്റെ ക്യാരക്ടറാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചിങ്കിളിന് വെച്ചിരിക്കുന്നത്. അല്ല അത് ഞാൻ പറയും, ഫേസ് വായിച്ചിട്ടില്ലെങ്കിലും ക്യാരക്ടർ വായിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് ഗൈസ്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ തുടങ്ങണം ഗൈസ്. ഇവിടെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ കാണിച്ചില്ല നടക്കുവാവേ കിച്ചണിലേക്ക് നടക്ക്. അതന്നെ ഇവിടെ അല്ലേ ഗൈസ് കിച്ചണ്. ഇപ്പൊ ഇങ്ങനെ കിടക്കണം നോക്കണ്ട. ഇത് ഇന്നലെ മൊത്തം ഇതൊക്കെ നമുക്ക് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ബാഗിലാക്കണം. ഇതിവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ മൊത്തം അലങ്കോലായിരുന്നു. അത് മൊത്തം അതെ എന്തൊക്കെയോ മേടിക്കാൻ പറഞ്ഞിട്ട് പാത്രങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തൂല്ലേ. ഇപ്രാവശ്യം അതുപോലെ ആവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട്. അതെ അപ്പൊ ഇവിടെ മൊത്തം ക്ലിയർ ചെയ്തു. കിച്ചൺ മൊത്തം ക്ലിയർ ആണ്. നിങ്ങള് കിച്ചണൊക്കെ കണ്ട എന്റെ മുന്നോ വേണ്ടായിരുന്നോന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇവിടെയൊക്കെ അടിച്ചു വിടാണ്ട് മൊത്തം ക്ലിയർ ചെയ്തതിന് നമുക്ക് ഒരു സമാധാനമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ്. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മൈൻഡ് ഔട്ട് ആവും. അപ്പൊ രണ്ടാളും ഓരോരോ പണിയായിട്ട് ഏറ്റെടുത്തിട്ട് പടപെടാൻ ചെയ്യാം. ചിങ്കിടു പിന്നെ അവിടെ അമ്മന്റെ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ മെല്ലെ വരുന്നത്. അതെ നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യണ്ടേ. ഇവിടുത്തെ നോക്കണം എല്ലാം കൂടി ചെയ്യുന്നതുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ചെയ്യാൻ തുടങ്ങാം ഗൈസ്. അപ്പൊ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വായിച്ച് ഇവിടെ നിന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് എടുത്തിട്ട് പോയി. പിന്നെ അല്ല പിന്നെ ഇത് ഞങ്ങള് അന്ന് മറ്റേ പറഞ്ഞിട്ടുണ്ടായില്ല മറ്റേ പൂപ്പല്ലേ അത് അതിന് ശേഷം വന്നിട്ടില്ല എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ ഒന്ന് എടുത്തിട്ട് ആക്കാൻ നോക്കണം. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് അത് നല്ല എഫക്റ്റ് ആണ്. ഇല്ലല്ലോ ഇല്ലല്ലോ ഇന്നെ തന്നെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് കാണും ഗൈസ്. ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് എത്ര ക്ലിയർ ചെയ്തിട്ടും പോയിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ഇതൊന്ന് തൂക്കി നോക്കട്ടെ ഏട്ടാ. ഇതൊന്ന് പൊക്കി നോക്കട്ടെ. പൗഡർ ഇട്ട പോലെ ഫുള്ള് വെള്ളം. അത് മൊത്തം സർഫേസിലോട്ട് കഴുകിയിട്ട് 3 ദിവസം അല്ലേ 3 ദിവസം കട്ടിൽ കിടന്നില്ല. ബെഡ് താഴെ ബെഡിലേക്ക് കിടന്നത്. അപ്പൊ എന്തോ അത് സക്സസ് ആയിട്ടുണ്ട്. എല്ലാം തന്നെയും കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റ് ആണ് ഗൈസ്. അപ്പൊ കുട്ടികൾക്ക് നല്ല നമ്മൾക്കാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും അതിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനിയിപ്പോ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്യാം. അല്ല ബെഡ്ഷീറ്റ് ഇത് ബെഡ് കവർ ഇത് പുതിയതാണ്. ഇനിയിപ്പോ ഇതൊക്കെ മാറ്റി തന്നെയാണ്. ഇതൊക്കെ അന്ന് നമ്മള് പൂപ്പല്ലാതെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇട്ടതാണ് ഇതൊക്കെ. പിന്നെ അതൊന്നും വലിയ കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞു ചിങ്ങന് വീട്ടിലാക്കി. ചിങ്ങനെ ആക്കിട്ട് വരുമ്പോ നമുക്കൊരു ഇത് തന്നെയാണ് എപ്പോഴും. വേറൊന്നുമല്ല, ഇപ്പം അവളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയൊന്നും ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് വേഗം തീർക്കും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചിങ്ങനെ എടുക്കും ചെയ്യാലോ അവ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിങ്ങനെ വീട്ടിലാക്കി ഗൈസ്. അപ്പൊ ചുറ്റും വെക്കണം. മറ്റേ തെങ്ങിന് തട കൊടുക്കണ ചുറ്റും എടുത്ത് കൊടുക്കണ. വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിക്കും. ഇപ്പൊ അടുത്ത ആളും കൂടെ വരല്ലേ, നോക്കാം. രണ്ടുപേർക്കും കൂടെ സെറ്റ് ചെയ്യാം ഗൈസ്. ക്ലീനിങ് അത് മൊത്തം ഇവിടത്തെ എന്താണ് വേസ്റ്റുകളാണല്ലോ. മൊത്തം പൊടിയും ഇവിടെയൊക്കെ തുടച്ചു വിട്ടു. ഒന്നുമില്ല കേട്ടാ. വാവച്ചില്ലേ ഒന്നുമില്ല. ഇതാണ് റൂം മൊത്തം. ഇവിടെ ജനലൊക്കെ തട്ടി വൃത്തിയാക്കി ഇവിടെയൊക്കെ ക്ലീൻ ആക്കി വെച്ചു. ഇവിടെയൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിക്കണുള്ളൂ. പിന്നെ അവിടെയൊക്കെ തുണിയും കാര്യങ്ങളെല്ലാം മടക്കി വെച്ച് ഇവിടെയൊക്കെ സെറ്റാക്കി. അപ്പോഴും ഞാനിവിടെ ചെയ്തു. ഇനിയിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണ്ട. ഇവിടെ ഒരു ലോഡുണ്ട് ഗൈസ്. ഫുള്ള് വേസ്റ്റാണ്.
ഷൂട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അടിക്ക് പറഞ്ഞു സെറ്റിന്റെ അടിക്ക് അത് നമ്മൾ ചൂര് കൊണ്ട് അടിച്ചാലും ചില സമയത്ത് കിട്ടില്ല. അപ്പൊ ഇതൊക്കെ വലിക്കുന്ന സമയത്ത് ഇതൊക്കെ അതിന്റെ അടിയിൽ നിന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ കുറച്ചെന്നെ ഉള്ളൂ. ഇവിടെയൊക്കെ മെയിൻ ഒതുങ്ങി പിന്നെ വേഗം സ്പീഡാവും അല്ലേ? പകുതി ഇട്ടൊന്നും പോവില്ല, മൊത്തം ഫിനിഷാവും. ഞാൻ വേഗം ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഓൾ ഫിനിഷായില്ലോ. ഫിനിഷായാലും ഇനി കുറച്ച് അടുക്കളുടെ അപ്പുറത്തേക്ക് ഉണ്ട്. മാക്സിമം ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചിരുത്താണ്ട. ഇവിടെയൊക്കെ ഫുള്ള് ഒതുക്കി ഇവിടെയൊക്കെ സെറ്റായി. പിന്നെ റൂം ഞാൻ അപ്പോഴേ കാണിച്ചു തന്നില്ലേ, റൂമൊക്കെ ഫുള്ള് ഒതുങ്ങിയിട്ട് ഗൈസ് ലോക്ക് ചെയ്തു. പിന്നെ ഇതാ ഡൈനിങ് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഫുള്ള് അലങ്കോലായിരുന്നു. ഇവിടെയൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പം മാറ്റിയിട്ട് സാധനങ്ങളുണ്ടാ. അപ്പോൾ ഓളെല്ലാം സെറ്റായില്ലോ. അപ്പം ഇനി അടുക്കളുടെ അപ്പുറത്തേക്ക് കുറച്ചുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഗൈസ് വാവച്ചിക്ക് ഇനി പറ്റുമോയെന്ന് അറിയില്ലല്ലോ. കാരണം ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലിമിന് പോകണമെന്ന് വെച്ച് കുറച്ച് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞങ്ങളും വിചാരിച്ചു മമ്മൂട്ടിൻ്റെ മറ്റേ കളങ്കാവിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് റിവ്യൂ ആണെന്ന് വിചാരിച്ചു പോകണം വിചാരിച്ചു. ഇതുവരെയായിട്ട് പോകാനും പറ്റിയില്ലല്ലോ അവൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അപ്പോൾ ഫിലിമിന് പോകാം. ഇനി നമുക്ക് നാളെ കഴിഞ്ഞിട്ട് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ. മിസ്സാണ്. അപ്പം മാക്സിമം അതെ ഇപ്പം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് ഒന്ന് സ്ട്രെസ് ഒന്ന് ഫ്രീ ആവും. പിന്നെ അതുപോലെ തന്നെ ഒന്ന് പോയിരുന്നാൽ വായിച്ചിക്ക് ഒന്ന് സമാധാനമാവും. അപ്പം നമുക്ക് പോയി കഴിഞ്ഞ് പിന്നെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോയി അഡ്മിറ്റ് ആവണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിലിമിന് പോകാൻ വേണ്ടി വേഗം അതെ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അതെ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ഫിലിമിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മനെ വിളിച്ചു പറഞ്ഞാൽ അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ തൽക്കാലം കഴിച്ചല്ലോ. ഫുഡും ഞങ്ങൾ ഇന്നലത്തെ അതായത് ചോറും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചൂടാക്കി വെച്ചിരുന്ന കഞ്ഞിയും ഞങ്ങൾ കുടിച്ച് അല്ലേ. അതെ ഇനി അവിടെ പോയി എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കും. കാരണം ഇല്ലെങ്കിൽ കാല് വേറായിട്ട് വൈകിട്ട് വാവച്ചിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫിലിമിന് പോകാലോ. അപ്പം എന്തായാലും ബഹറങ്ങും ഗൈസ്. അപ്പം ഞങ്ങളിതാ ചിങ്കുടുവിനെ വിളിക്കാൻ വേണ്ടി കാടൂരെത്തിയിട്ടാ ചിരിക്കുന്നത് അവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറങ്ങിയ പണി കിട്ടും. അമ്മ എന്തൊക്കെയോ ആക്കിട്ട് സ്പെഷ്യൽ ആക്കിട്ട് വരിക തോന്നുന്നു. ചെപ്പിട്ടില്ലേ? ചെപ്പ് വേണ്ട. കുഞ്ഞിപ്പെണ്ണേ നമുക്ക് സിനിമയ്ക്ക് പോവാ. ഐസ് കഴിക്കാനാ? ആഹാ നല്ല ചുമയും ജലദോഷവും കേട്ടോ. എന്നിട്ട് അവൾക്ക് ഐസ് വേണത്ര. ഐസ് ഒരാൾക്ക് സിനിമ പറഞ്ഞ അതാണ് പെട്ടെന്ന് വരിക ഐസ് അല്ലേ? അല്ല പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലാണ് കൊടുക്കുള്ളൂ. അതത്രേ ഉള്ളൂ. ഡെയിലി മേടിച്ചു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വേണം സിനിമയ്ക്ക് പോയിട്ട് വന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മ എന്തോ ഒരു സ്പെഷ്യൽ ആക്കിട്ട് വന്നത്. എന്താ പിന്നെന്താ കറി സാമ്പാർ അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താ സ്പെഷ്യൽ. 2:20 2:30 സിനിമ. പക്ഷെ നമ്മളിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഓവർ ടൈം ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് പോവാം. അതായത് ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് ചോര വരില്ല. അപ്പൊ അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. വെയിലല്ലേ എന്ത് ചെയ്യും? പോവാ. ഡ്രസ് മാറ്റി പുതിയ ഡ്രസ് ഇട്ട്. തമ്മന്റെ കയ്യിലുണ്ട് പുതിയ ഡ്രസ്. ഇട് ഒരാൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. ചാടി വരുന്നു. ഡ്രസ് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചാ എടുത്ത ഡ്രസ് തേച്ച് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. അത് ഡ്രസ് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. കിട്ടില്ല പുതിയ ഡ്രസ്. പക്ഷെ തലയിൽ നിന്നിട്ട് ഇറങ്ങണില്ല. അല്ല ടീഷർട്ടും കുഴപ്പമില്ല. പക്ഷെ എന്തോ ഇറങ്ങണില്ല അങ്ങോട്ട് താഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഇതന്നിട്ട് ചിങ്കുരുവോ ഹായ് പറ. ഹായ് ഗൈസ് പറ. ഇതുമാരാടന് ഗൈസ്. പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടാ. സിനിമന്റെ അവിടെ എത്തിയാ? എന്താ വേണ്ട കുട്ടിക്ക്? ഗൈസ് ഇനി സ്നാക്സ് മേടിക്കേണ്ട തിരക്കില്ല. ഫസ്റ്റ് ഫ്രെയിംസ് കുറച്ച്. പിന്നെന്താണ് ഒരാളും കൂടി ഉണ്ട് കേട്ടാ. സിനിമ തുടങ്ങി. എന്ത് പനിയാ? മീസ് എടുത്തു തുടങ്ങി.
ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, തുടങ്ങിയിട്ട് വരുള്ളൂ. ടീ കേക്ക്. അപ്പൊ ഇതാ സാധനങ്ങളൊക്കെ മേടിച്ചു വിട്ടാ. പൈസ കൊടുക്കട്ടെ. അതോ കിട്ടിയതൊക്കെ സിനിമ കണ്ടായിരുന്നു. ഈ ബേബി ഇപ്പൊ കൊണ്ടുവരുന്നതൊക്കെ ഊളപ്പടമാണ് കേട്ടോ. ഏണ്ടായിരുന്നടാ, സൂപ്പർ അല്ലേ? അമ്മയ്ക്ക് പറ്റിയില്ല. ഈ സംഭവം ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പൊ വാവിച്ചിക്ക് അമ്മയ്ക്കൊന്നും അങ്ങനത്തെ പറ്റിയില്ല. എന്ത് ഫിലിമും ഈ ഫിലിം ഇറങ്ങട്ടോ. അവിടെ പോയിട്ട് ഇന്റർവ്യൂ ആവാൻ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത് ലാസ്റ്റ് മറ്റേ വിലായത്ത് ബുദ്ധല്ലേ പൃഥ്വിരാജിന്റെ, അതിന് പോയി. പക്ഷെ അത് മൊത്തം സുഖമായിരുന്നു. അതിനുശേഷം ഇങ്ങനെയാണ്. പക്ഷെ ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. വാവിച്ചിക്ക് പറ്റിയില്ല. ഒരു ചെറിയ സാധനം വെച്ചിട്ട് ലാസ്റ്റ് അതൊരു അന്വേഷണമാണ്, അത് അന്വേഷിച്ച് അവര് കണ്ടുപിടിക്കുന്നത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, വാവിച്ചിക്ക് പറ്റിയില്ല. പൊതുവെ ബേബിക്ക് ഇഷ്ടപ്പെടും എന്ത് സിനിമ. ഒന്നുമില്ല, ആ ഒരു ത്രില്ലർ ഇല്ല, മറ്റേ ഒരു ക്രൈം സ്റ്റോറി പോണതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ കുറച്ച് തന്നില്ല. പക്ഷെ വാവിച്ചിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ കേസ് അന്വേഷണം കാര്യങ്ങൾ വാവിച്ചിക്ക് പൊതുവെ ഇഷ്ടമല്ല. നമ്മളിത് എങ്ങനെ എവിടെ എത്തുന്നുള്ളൊരു ചോദിച്ചു ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വിലായത്ത് ബുദ്ധാക്ക് വാവിച്ചിക്ക് ലാസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു ഇഡ്ലിക്കട. നല്ലത് ഞാൻ പ്രസവിക്കാൻ കിട്ടി, അതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി പോവാ. ഇനിയിപ്പോ നമുക്ക് എന്താണ് ബബ്ബ ഇറങ്ങുന്നുണ്ട്. ബബ്ബയ്ക്ക് ബബ്ബ അടിച്ചിരിക്കാം. ബബ്ബ ചിലപ്പോ നന്നായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ കൊറേ നല്ല നല്ല ആൾക്കാരുണ്ട് അതില്. അപ്പൊ ഇതില് ആൾക്കാരൊക്കെ പൊട്ടന്മാരല്ല, പക്ഷെ കൊണ്ടുപോയ ആള് പൊട്ടനായി പോയി. നല്ല സിനിമ. ശരി കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ വിലായത്ത് ബുദ്ധയ്ക്ക് പോവാം. വേണ്ട. ബബ്ബ